ഓപ്പറേഷൻ സിന്ദൂറിൽ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായ പ്രകടനം നടത്തിയ പേരിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളിൽ രണ്ടുപേരാണ് മുൻ ബിഗ് ബോസ് താരങ്ങളായ അഖിൽ മാരാറും റിയാസ് സലീമും. ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന് ആരോപിച്ച് അഖിൽ മാരാർക്കെതിരെ പോലീസ് കേസും എടുത്തുകഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ ഇവരെക്കുറിച്ച് തന്റെ അഭിപ്രായം പറഞ്ഞെത്തിയിരിക്കുകയാണ് സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫ്. ബിഗ് ബോസ് മലയാളം സീസൺ 4 നീതിയുടെയും സത്യത്തിന്റെയും പക്ഷത്തു നിന്നൊരു മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നും അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ച് അധിക്ഷേപിച്ച 2 ബിഗ് ബോസ് താരങ്ങൾ ഇന്ന് രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്തപ്പെട്ടിരിക്കുകയാണെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. അതിലേക്ക് കളമൊരുക്കിയ സംഭവങ്ങളിലേക്കും ആ ഷോയിൽ നടന്ന നീതികേടുകളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അഷ്റഫിന്റെ വീഡിയോ തുടങ്ങുന്നത്. ഞാൻ മുൻപ് ബിഗ് ബോസ് ഷോയെക്കുറിച്ചും അതിൽ വിജയപരാജയങ്ങൾ നേരിട്ട ചില മത്സരാർത്ഥികളെക്കുറിച്ചും നിരൂപണം നടത്തുകയുണ്ടായി. റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് അന്ന് പറഞ്ഞത് മല പോലെ വന്നത് എലി പോലെ പോയി എന്നാണ്. എന്റെ ഈ വാചകം റോബിൻ രാധാകൃഷ്ണൻ ഫാൻസിനെ വിഷമിപ്പിക്കുകയും അവരത് കമന്റിലൂടെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം വിജയിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു മല പോലെ എന്ന പ്രയോഗത്തിൽ ഞാൻ ഉദ്ദേശിച്ചത്. അന്ന് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ കപ്പ് റോബിന് കിട്ടുമെന്ന് ഞാനും കരുതിയിരുന്നു. അത് ലഭിക്കാതെ പുറത്തിറങ്ങിയതിനെ ഞാൻ എലി പോലെയെന്ന് ഉപമിച്ചു. ഒരു കൊടും ചതിയിലൂടെയാണ് അദ്ദേഹം പുറത്താക്കപ്പെട്ടതെന്ന കാര്യം അന്നും ഇന്നും ശക്തമാണ്. കപ്പ് ലഭിക്കാതെ താൻ എലിയെന്ന് ഉദ്ദേശിച്ചയാൾ ഒരു സിംഹരാജാവിനെ പോലെയാണ് പുറത്തിറങ്ങിയത്. ജനലക്ഷങ്ങൾ നൽകിയ ആവേശകരമായ വരവേൽപ്പിൽ അത് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. വളരെ മികച്ചൊരു സീസണായിരുന്നു മലയാളം ബിഗ് ബോസ് സീസൺ 4. അതിന് കാരണമായത് റോബിൻ രാധാകൃഷ്ണന്റെ സാന്നിധ്യം തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല. ബിഗ് ബോസ് ഹൗസിൽ 73 ദിവസങ്ങളാണ് റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത്. ഇത്രയും മത്സരാർത്ഥികൾക്കിടയിൽ നിന്നും റോബിനെ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ വ്യക്തിത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു ഡോക്ടറും മോട്ടിവേറ്ററും ഇൻഫ്ലുവൻസറും ഒക്കെയായ റോബിൻ ഇത്തരം കാര്യങ്ങളിൽ നിരവധി അവാർഡുകളും ബഹുമതികളും നേടിയിട്ടുണ്ട്. ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഡോക്ടർ എന്ന ബഹുമതിയും അദ്ദേഹത്തിനാണ്. മറ്റുള്ള മത്സരാർത്ഥികളുടേതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും അർത്ഥവത്തും പ്രചോദനം നൽകുന്നതുമായിരുന്നു. വിജയം റോബിന് തന്നെയെന്ന് ഉറപ്പായ മറ്റുള്ള മത്സരാർത്ഥികൾ അദ്ദേഹത്തിന് നേരെ കൂട്ടം ചേർന്ന് ആക്രമണം നടത്തി. ഹൗസിൽ നിന്നിടത്തോളം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മോശമായ വാക്കുകളോ തെറികളോ ഒന്നും ആരും കേട്ടിട്ടില്ല. പ്രേക്ഷകരെ വല്ലാതെ സ്വാധീനിച്ചൊരു വ്യക്തിത്വമായിരുന്നു റോബിന്റേത്. അങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ച പ്രേക്ഷക പിന്തുണ അത് ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നുമുണ്ട്. റോബിന്റെ പ്രേക്ഷക പിന്തുണ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിയവരായിരുന്നു ദിൽഷയും ബ്ലസ്സിയും. പിന്നീടത് നടി ലക്ഷ്മിപ്രിയയും മണത്തറിഞ്ഞു. ക്രമേണ അവരും റോബിന്റെ പക്ഷത്തേക്ക് ചാഞ്ഞു. എന്നാൽ റോബിന് കറതീർന്ന പിന്തുണയായി ആദ്യ അവസാനം വരെ ഉണ്ടായിരുന്നത് ദിൽഷ പ്രസന്നനായിരുന്നു. ഇവരുടെ ഈ സൗഹൃദത്തിന് പ്രേക്ഷകർ പലതരത്തിലുള്ള മാനങ്ങളും കൽപ്പിച്ച് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ റോബിൻ തന്റെ ആരാധകരോട് തനിക്ക് നൽകിയ പിന്തുണ ഇനി മുതൽ ദിൽഷയ്ക്കും നൽകണമെന്ന് അപേക്ഷിച്ചപ്പോൾ അവരത് അക്ഷരം പ്രതി അനുസരിച്ചുവെന്നത് സത്യം തന്നെയാണ്. അങ്ങനെ വന്നപ്പോൾ ദിൽഷയ്ക്ക് പുഷ്പം പോലെ വിജയിക്കാനും കഴിഞ്ഞു. അലറി സംസാരിക്കുക എന്നത് മാത്രമായിരുന്നു റോബിന്റെ സ്വഭാവത്തിലുള്ള ഏക ന്യൂനതയായി തോന്നിയത്. അതുകൂടി മാറ്റി നിർത്തിയാൽ റോബിനെ നമുക്ക് 916 എന്ന് വിശേഷിപ്പിക്കാം. ശാരീരിക അസ്വസ്ഥതകളും അസുഖങ്ങളും ഒരുപാടുണ്ടായിട്ടും ഹൗസിലെ പല താരങ്ങളും ചെയ്യും പോലെ സെന്റിമെന്റ്സ് അടിച്ചിറക്കി കരഞ്ഞു പിഴിഞ്ഞല്ല റോബിൻ പ്രേക്ഷക പിന്തുണ നേടിയത്. തുടക്കം മുതൽ പുറത്തിറങ്ങുന്നത് വരെ ഒരേ സ്വഭാവം നിലനിർത്തിക്കൊണ്ടുപോയ മത്സരാർത്ഥിയുമായിരുന്നു. ഇതുവരെ നമ്മൾ കണ്ട മത്സരാർത്ഥികളിൽ വാക്കിലും പ്രവൃത്തിയിലും ഉന്നത നിലവാരമുണ്ടായിരുന്ന ഏക വ്യക്തി അത് റോബിനാണ്. റോബിന്റെ ജീവിത രീതി കാണുമ്പോൾ ഗാന്ധിജി പറഞ്ഞ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന വാക്കാണ് ഓർമ്മ വരുന്നതെന്നും ആലപ്പി അഷ്റഫ് സൂചിപ്പിക്കുന്നു. റോബിനെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തിട്ടുള്ള മത്സരാർത്ഥികളായിരുന്നു റിയാസ് സലീമും അഖിൽ മാരാറും. റോബിനെ ഹൗസിൽ നിന്നും പുകച്ചു പുറത്തു ചാടിക്കാൻ നേതൃത്വം കൊടുത്തയാൾ റിയാസാണ്. റോബിനെ അലറൽ വീരനെന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ടുള്ള അഖിൽ മാരാർ റോബിന്റെ സഹധർമ്മിണിയെ അധിക്ഷേപിച്ച വിവരദോഷി കൂടിയാണെന്നും സംവിധായകൻ പറയുന്നു. അഖിൽ മാരാറും റിയാസ് സലീമും ഇപ്പോൾ എയറിലാണ്. വാലിന് തീ പിടിച്ച് ഓടുകയുമാണ്. ഇരുവർക്കുമെതിരെ വന്നിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. അത് നിസ്സാര കേസല്ല. റിയാസ് ഇംഗ്ലീഷ് തട്ടിവിടുമെങ്കിലും തലയിൽ ആൾതാമസമില്ല. നല്ലൊരു ഭാവിയുള്ള അഖിലിനാകട്ടെ ആട്ടിൻകാട്ടവും കടലയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിവില്ല. സമൂഹത്തിൽ ലൈവായി നിൽക്കാൻ വേണ്ടി പറയുന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും പാളിപ്പോകുന്നു. നാം എല്ലാവരും ഒത്തുചേർന്ന് രാജ്യസ്നേഹം പ്രകടിപ്പിക്കേണ്ട സാഹചര്യത്തിൽ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതിന്റെ അപകടം അഖിലിന് മനസ്സിലാകുമെന്ന് തോന്നുന്നു. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല. അഖിൽ മാരാർ വിടുവായുത്തം കൊണ്ട് പറഞ്ഞതായിരിക്കാം. രാജ്യസ്നേഹമില്ലാത്ത ആളാണെന്ന് വിശ്വസിക്കാനാകില്ല. പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റിയേക്കും.
രാജ്യദ്രോഹം കുറ്റം ചുമത്തപ്പെട്ട ഈ 2 പേരുമാണ് റോബിന്റെ നല്ല മനസ്സിനെ മറഞ്ഞും തിരിഞ്ഞും വേദനിപ്പിച്ചിട്ടുള്ളത്. കർമ്മഫലം അനുഭവിച്ചല്ലേ പറ്റൂ. കൊട്ടാരത്തിന്റെ മുകളിൽ ഇരുന്നതുകൊണ്ട് കാക്കയ്ക്ക് കുയിലാകാൻ പറ്റില്ല എന്നും ആലപ്പി അഷ്റഫ് ചോദിക്കുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ സംസാരിച്ചെന്ന കുറ്റം ചുമത്തിയാണ് അഖിൽമാരാരുടെ പേരിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. BNS 152 വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ്. റിയാസ് സലിമാകട്ടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ ഫേക്ക് വാർത്ത ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ് പണി വാങ്ങിയത്.